പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 28-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അപ്പോൾ നാം നിത്യവും ദേവാലയത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും ജപമാല ചൊല്ലുന്നവരും ഭക്താനുഷ്ഠാനങ്ങളെല്ലാം യാതൊരു കുറവും വരുത്താതെ എല്ലാം അനുഷ്ഠിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ബാഹ്യമായി നമ്മെ കാണുന്ന എല്ലാ മനുഷ്യരും അവർക്ക് നാം നല്ലവരായി കാണപ്പെടുന്നു. എന്നാൽ നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ് എന്ന്. ദൈവമെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം കർത്താവ് കാണുന്നു, അറിയുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യർ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുകയും അറിയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭക്താനുഷ്ഠാനങ്ങൾ കാണുമ്പോൾ നാം നല്ല ഭക്തരാണ്, നല്ല മനുഷ്യരാണ് എന്ന് മനുഷ്യർ പറയും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം എന്തെല്ലാമാണ് സൂക്ഷിക്കുന്നത്? എല്ലാ തരത്തിലുള്ള അനീതിയും അസൂയയും സ്വാർത്ഥതയും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും അഹങ്കാരവും സ്വാർത്ഥമോഹങ്ങളും എല്ലാം സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഒരു നിധി പോലെയാണ് ഹൃദയത്തിൻ്റെ അവസ്ഥ. ഇതൊന്നും നാം ആരും തന്നെ, ഞാനുൾപ്പെടെ ആരും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ദുഷ്ടാവസ്ഥ അംഗീകരിക്കുകയോ അത് മാറ്റണമെന്ന് ചിന്തിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നാം കാപട്യമുള്ളവരാണ്. അധരം കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നാം സ്നേഹിക്കുന്നില്ല. നമുക്ക് ദൈവം നൽകിയ കഴിവുകളെ, അല്ലെങ്കിൽ ദൈവം നൽകിയ സമ്പത്തിനെ, ആരോഗ്യത്തിനെ, അതുപോലെ നമുക്ക് ദൈവം തന്ന സമയം, ഇതെല്ലാം മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കാനുള്ള ഒരു വിശാല മനസ്സ് നമുക്കില്ല. നാം സഹോദരങ്ങളെ സ്നേഹിക്കുകയില്ല എന്ന് മാത്രമല്ല, നാം സഹോദരങ്ങളെ വെറുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്നാണ് തിരുവചനം നമ്മെ പറയുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ഈ മാലിന്യങ്ങൾ നമ്മെ അശുദ്ധരാക്കി മാറ്റുകയാണ്. ഹെബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കായി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. നാം വിശുദ്ധിയിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ദൈവത്തോടൊപ്പം വസിക്കുവാനും സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ. ഹൃദയ വിശുദ്ധി ആണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെയും സ്നേഹിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.